കസ്റ്റഡിയിലെടുക്കുന്ന പ്രതികളെ നഗ്നരാക്കി മർദ്ദിക്കും. ലോക്കപ്പ് മർദ്ദനത്തിനിടെ ചൊറിയണ പ്രയോഗം വേറെ. നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കും. ഡിവൈഎസ്പി മധുബാബു ഒരു പ്രത്യേക മനോവൈകൃതമുള്ള വ്യക്തിയാണോ? ആലപ്പുഴ ഡിവൈഎസ്പിയായ മധുവിന് കസ്റ്റഡി മർദ്ദന കേസിൽ ഒരിക്കൽ കോടതി 1 മാസം തടവ് ശിക്ഷ വിധിച്ചതാണ്. എന്നാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും പാർട്ടിയുടെയും തണലിൽ അയാൾ ഇപ്പോഴും സേനയിൽ തുടരുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേടാണ്. മധുബാബുവിനെതിരെ വീണ്ടും ഒരു പരാതി കൂടി പുറത്തു വരുന്നു. 2022 ഇയാൾ തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ഹൃദ്രോഗിയായ വ്യക്തിയെ ആക്രമിച്ചുവെന്നാണ് കേസ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ഇതോടെ പരാതിക്കാരനായ തൊടുപുഴ സ്വദേശി മുരളീധരൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മുരളീധരന് ഈ ഉദ്യോഗസ്ഥൻ അസഭ്യം പറയുന്ന ശബ്ദരേഖയും പുറത്തു വന്നു. ഡിസംബറിലാണ് തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന മധുബാബു മലങ്കര സ്വദേശിയായ മുരളീധരനെ മർദ്ദിച്ചത്. തൊടുപുഴ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ വനിതാ നേതാവിനെതിരെ സമൂഹമാധ്യമത്തിൽ മോശമായ രീതിയിൽ പ്രചരണം നടത്തിയതിനെതിരെ നേതാക്കൾ മുരളീധരനെതിരെ പരാതി നൽകിയിരുന്നു. ഈ കേസിലാണ് മുരളീധരനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ തൊടുപുഴ ഡിവൈഎസ്പി വയർലെസ് സെറ്റ് എടുത്തെറിയുകയും മുഖത്തടിക്കുകയും ബൂട്ടിന് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തതെന്നാണ് പരാതി. അദ്ദേഹം വളരെ സുഖിതനായിട്ട് ചാടി എണീറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന വയർലെസ് എൻ്റെ നെഞ്ചത്തേക്ക് വലിച്ചെറിയുകയും അത് കഴിഞ്ഞ് ഞാൻ ആ കസേര സഹിതം വീണു കഴിഞ്ഞപ്പോൾ പോലീസുകാരോട് അദ്ദേഹം പറഞ്ഞു പിടിച്ചേൽപ്പിക്കാൻ അവനെന്നും പറഞ്ഞ് പിടിച്ചേൽപ്പിച്ച് വന്ന വഴി ഇദ്ദേഹം വീണ്ടും ഏറ്റുവന്ന് എൻ്റെ നെഞ്ചത്ത് ഷൂ ഇട്ട് ചവിട്ടുകയാണ് ഉണ്ടായത്. അതിലും ഞാൻ മറിഞ്ഞു വീണു. മുരളീധരനെ തെറി പറയുന്ന മധുബാബുവിന്റെ ഓഡിയോയും പുറത്തു വന്നു. മർദ്ദനത്തെ തുടർന്ന് മുരളീധരൻ ആശുപത്രിയിലെത്തിയെങ്കിലും മധുബാബു ഇടപെട്ട് ചികിത്സ തുടരാൻ അനുവദിച്ചില്ലെന്നും ആരോപണമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയാണ് മുരളീധരൻ തുടർ ചികിത്സ ഉറപ്പാക്കിയത്. മധുബാബുവിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. തുടർന്ന് മുരളീധരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ നേതാവിനെ മർദ്ദിച്ചുവെന്നതടക്കം നിരവധി ആരോപണങ്ങൾ മധുബാബു നേരിടുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി.